അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സ്റ്റേജിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ പരലോകത്ത് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന, അത് നേടിയെടുക്കുന്നതിൽ ഇഹലോകത്ത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന അല്ലാഹുവിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന അല്ലാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഇവിടെ എത്തിച്ചത് പരിശുദ്ധ റമളാനും പരിശുദ്ധ ഖുർആനുമാണ്. അത് രണ്ടും ഇരട്ടകളായിട്ട് മാത്രമാണ്. ഉദ്ഘാടനം ആദ്യം അങ്ങ് നടത്തുന്നു. ഖുർആനും റമളാനും ഇരട്ടകളായിട്ടാണ് നമുക്ക് അറിയുക. അതുകൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഖുർആൻ ഓതുക, ഖത്തം തീർക്കുക, ഇങ്ങനെയൊക്കെയാണ്. ഖുർആൻ സമ്മേളനം നമുക്ക് വേണമെങ്കിൽ ഏത് മാസവും നടത്താവുന്നതാണ്. പക്ഷേ അതിനും നാം തിരഞ്ഞെടുക്കാറുള്ളത് റമദാൻ മാസം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റമദാൻ ആയതുകൊണ്ട് ഖുർആനിനെ പരിഗണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് നോമ്പ് നിർബന്ധമാക്കുകയാണ് ചെയ്തത്. നമ്മൾ നോമ്പായതുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. അല്ലാഹു തആല ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് നോമ്പ് കൽപ്പിക്കുകയാണ്. തിരിച്ചാണ്. ഖുർആൻ ഇറങ്ങിയ മാസം നോമ്പ്. ഞാൻ വളരെ ചെറുപ്പത്തിലേ ആലോചിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നോമ്പ് നോൽക്കാനൊക്കെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് വയലൊക്കെ ഇങ്ങനെ കേൾക്കുമല്ലോ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ടാണ് നോമ്പ് എന്ന്. സ്കൂൾ കാലത്തെ അന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നൊരു സംഗതിയാണ്, എന്തിനാണ് പടച്ച തമ്പുരാൻ ഈ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ പട്ടിണിക്കിടുന്ന നോമ്പ് തന്നെ. അല്ലാഹു തആലാക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കുറച്ചും കൂടി അധികം നിസ്കരിക്കണമെന്നോ, തറാവീഹ് നിർബന്ധമായി നിസ്കരിക്കണമെന്നോ, അല്ലെങ്കിൽ സാധാരണ നിസ്കരിക്കാത്തവരും റമളാനിൽ നിസ്കരിക്കണമെന്നോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ നടക്കൽ. ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ എന്തായാലും നിസ്കരിക്കണം എന്ന് പറഞ്ഞ പോലെയാണല്ലോ പള്ളികളിലൊക്കെ കാണപ്പെടുന്നത്. അങ്ങനെയുള്ള പറഞ്ഞിട്ടില്ലല്ലോ. റമളാനിൽ ഷഅബാനിലും ശവ്വാലിലും ഇല്ലാത്തൊരു നിസ്കാരവും നിർബന്ധമായിട്ടും നിസ്കരിക്കേണ്ടത് റമളാനിലും ഇല്ല. പക്ഷേ ചിലർക്കൊക്കെ നിസ്കാരം ഫർളാക്കിയത് റമളാനിലാണ്, ഖുർആൻ ഇറങ്ങിയ മാസത്തിലാണെന്നാണ് തോന്നുന്നത് എന്നാണ് നമുക്ക് തോന്നൽ അവരെ കാട്ടിൽ കാണുമ്പോൾ. എന്തായാലും അന്നെങ്കിലും നിസ്കരിക്കട്ടെ, കുഴപ്പമില്ല. അതുപോലെ സക്കാത്ത്, മുസ്ലിം സമുദായത്തിൽ ധാരാളം ആളുകൾ സക്കാത്ത് കൊടുക്കൽ റമളാൻ മാസത്തിലാണ്. യഥാർത്ഥത്തിൽ റമളാൻ മാസവും സക്കാത്തും തമ്മിൽ പറയത്തക്ക ഒരു ബന്ധമില്ല. കാരണം ഇപ്പോൾ പാട്ടിൽ വരെ എന്താണ് സക്കാത്ത് കൊടുക്കാത്ത നോമ്പ് പടച്ചോൻ സ്വീകരിക്കില്ല എന്നോ ഒക്കെ പാട്ടിനൊക്കെ കേൾക്കാം. മുഹറം മാസത്തിൽ കച്ചവടം തുടങ്ങിയ ആൾ പിറ്റേ മുഹറം മാസത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് റമളാൻ വരെ പിന്തിക്കുന്നത് കൊണ്ട് ഒരു പുണ്യമില്ല എന്ന് മാത്രമല്ല, സുബഹി ഉച്ചക്ക് നിസ്കരിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? ചിലപ്പോഴൊക്കെ പള്ളികളിൽ കാണാം, ഉച്ചക്ക് വന്നിട്ട് ജുമാക്ക് വന്നിട്ട് കുനൂത്ത് ഓതുന്ന ആളുകൾ, അവർ സുബഹി നിസ്കരിക്കുകയാണ്. അപ്പോൾ എന്നതുപോലെ നീട്ടിവെച്ചത് പ്രശ്നമാവുന്നല്ലാതെ അതിൻ്റെ അടുക്കായാലും മരിച്ചു പോയാൽ ആൾ കുറ്റക്കാരനും ആകും.
എന്നല്ലാതെ സക്കാത്ത് റമദാൻ മാസം വരെ നീട്ടുന്നതിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല. ഒരാൾ കൊടുത്തു തുടങ്ങിയത് റമദാൻ മാസത്തിലാണെങ്കിൽ എല്ലാ കൊല്ലവും അയാൾ റമദാനിലാണ് കൊടുക്കേണ്ടി വരിക എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. പിന്നെ ഹജ്ജ്, അല്ലാഹു തആലാക്ക് വേണമെങ്കിൽ ദുൽഹജ്ജ് മാസത്തിൽ ഖുർആൻ ഇറക്കായിരുന്നു. ഇതെന്നാ ഇറക്കേണ്ടത് എന്നുള്ളത് അവനാണല്ലോ തീരുമാനിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഹജ്ജിനെ പിടിച്ചിട്ട് ഖുർആൻ ഇറങ്ങിയ മാസത്തിലാകണം നിങ്ങളുടെ ലോകമഹാസമ്മേളനം. ഒരു ഖുർആൻ സമ്മേളനമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഖുർആൻ സമ്മേളനം തന്നെ നടത്തായിരുന്നു അറഫ മൈതാനിയിൽ അല്ലാഹു തആലാക്ക്. അതും ഇല്ല. അത് ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ്, അല്ലാതെ ഖുർആനുമായിട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത അതിനെക്കുറിച്ച് പറയണില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു തആല ഈ പട്ടിണി കിടക്കണ കാര്യം തന്നെ നിർബന്ധമാക്കിയിരിക്കുന്നത്? പ്രത്യേകിച്ചും ഖുർആനും സുന്നത്തും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അല്ലാഹു തആല കടുത്ത പട്ടിണി വിരോധിയാണ്. മാ സലക്കക്കും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. എന്താണ് നിങ്ങൾ നരകത്തിൽ പോകാൻ കാരണം എന്ന് ചോദിച്ചതിന് നരകത്തിൽ കിടക്കുന്നവർ പറയാൻ പോകുന്ന മറുപടി അല്ലാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് നമുക്ക് വേഗം മനസ്സിലാകും. ലം നകു മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടായിരുന്നില്ല എന്നാണ്. അത് മനസ്സിലായി, ഓക്കെ. പക്ഷേ രണ്ടാമത്തത് നോമ്പ് വെൽക്കില്ല എന്നുമല്ല. വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതിക്ക് അന്നം നൽകാറുണ്ടായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പട്ടിണി മാറ്റാറുണ്ടായിരുന്നില്ല. അറായിത്തല്ലദീ യുക്കദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. അവിടെ അത് തന്നെയാണ് വിഷയം. ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ. ദുർഘടബാധകൾ തരണം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. മേലനങ്ങണ ഒരു പണി അവനെടുത്തില്ല എന്ന്. എന്താ മേലനങ്ങണ പണി? എയർ കണ്ടീഷൻ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അല്ലാഹുമ്മ റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. അത് വലിയ തക്കുവ തന്നെയാണ്, വലിയ ആത്മീയതയാണ്. പക്ഷേ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അതൊന്നും മതിയാവില്ല. ഫഖു റഖബ, പെരടികളെ മോചിപ്പിക്കണം. മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നിടത്ത് മോചിപ്പിക്കാൻ പണിയെടുക്കണം. ഒരുപാടുണ്ടാകും ഫഖു റഖബകൾ. അടിമത്തം അതിലൊന്നാണ്. അന്യായമായി ജയിലിൽ കിടക്കൽ അതിൽ പെട്ടതാണ്. ഒരു ജനതയെ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞത് അതിൽപ്പെട്ടതാണ്. അതിനൊന്നും ഒരു പണി അവനെടുത്തില്ല എന്ന്. വലം പിന്നെ ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ, പട്ടിണി നാളിൽ അന്നം നൽകിയില്ല. സദക്ക കൊടുക്കാൻ വളരെ എളുപ്പമാണ്. സദക്കാൻ പിടിച്ചിട്ട് ഗേറ്റിങ് അവിടെ നിന്നാൽ മതി, ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കോളും. അരി എറിഞ്ഞാൽ കാക്ക വരുന്നത് പോലെ. അത് വളരെ എളുപ്പമുള്ള പണിയാണ്. പൈസ ചില്ലറാക്കിയിട്ടൊന്ന് നിന്ന് നോക്കി നിങ്ങൾ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പല ആളുകളും റമദാനാകുമ്പോൾ മുങ്ങലാണ്. കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും നാട്ടുകാർ സമ്മതിക്കില്ല. കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ടേയിരിക്കും. കോളിംഗ് ബെല്ല് അടിച്ചിട്ട് തുറക്കുന്നില്ലെങ്കിൽ ചവിട്ടി തുറക്കും, അടുക്കളയിൽ കൂടെ ചെല്ലും. ഗേറ്റ് പൂട്ടിയാൽ മതിൽ ചാടിക്കിടക്കും. എന്താ കാരണം? അവൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഇരുന്നാൽ മതി, ആൾ വന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കോളൂ. എന്തിനൊക്കെയാണ് ആരൊക്കെ കൊണ്ടുപോകുക എന്നുള്ളത് അറിയില്ല. അതല്ല ഇഖ്തിഹാമുൽ അഖബ, റിസ്ക് എടുക്കൽ അതല്ല. പട്ടിണി കിടന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ പോലും വരാൻ കഴിയാതെ കിടക്കുന്നുണ്ടാകും, വിദൂരങ്ങളിലുണ്ടാകും. അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് പട്ടിണി മാറ്റലാണ് ഇഖ്തിഹാമുൽ അഖബ. അത് ചെയ്തില്ല അവൻ എന്നാണ് അള്ളാൻ്റെ ആക്ഷേപം. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അവൻ്റെ പട്ടിണി വിരോധം പ്രകടമാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെയാണ്. നായയെ പട്ടിണിക്കിട്ടിട്ട് നരകത്തിൽ പോയ പെണ്ണിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ല, പൂച്ചയെ പട്ടിണിക്കിട്ടിട്ട് ചാകാൻ കിടക്കുന്ന നായക്ക് വായിൽ, ഏത് തെരുവ് നായക്കാണ്, അതിന് ഷൂസിൽ വെള്ളം മുക്കി വായിൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടവൻ്റെ കഥ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
അങ്ങനെ റസൂലുള്ളയും പട്ടിണി വിരോധിയാണ്. ഒരുപാടുണ്ട്, ഞാനത് ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാണ്. എനിക്ക് ആശ്ചര്യം തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നരകത്തിൽ പോലും അല്ലാഹു തആല ചെയ്യാത്തൊരു പണിയാണ് ഈ പട്ടിണിക്കിടൽ. നരകത്തിൽ വിശക്കുന്നതിന് ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കുമല്ല, വെള്ളം ചോദിച്ചാലും കൊടുക്കും. അത് നരകത്തിലെ ഭക്ഷണവും നരകത്തിലെ വെള്ളമാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. യശ്വിൽ വുജൂഹ്, മുഖം കുടിക്കുമ്പോഴൊക്കെ മുഖം ഉരുകിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷേ പട്ടിണിക്കിടൂല. നരകത്തിൽ കിടക്കുന്നവന് നരകത്തിലെ വെള്ളം, മാഉൻ ഹമീം, ചുട്ടുപഴുത്ത വെള്ളം, അതവിടെ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അല്ലാതെ നരകത്തിൽ പോലും അല്ലാഹു തആല ചെയ്യാത്തൊരു പണിയാണ് ഈ പട്ടിണിക്കിടുക എന്ന് പറയുന്നത്. എന്ന പടച്ച തമ്പുരാൻ, അവനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാ കൊല്ലവും മുടങ്ങാതെ ഒരു മാസം മുഴുവൻ അനിവാര്യമായ കാരണങ്ങളാൽ വല്ല മുടക്കമുണ്ടെങ്കിൽ അത് വേറെ മാസങ്ങളിൽ, ദിവസങ്ങളിൽ, അയ്യാമിൻ ഉഖർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, വേറെ ദിവസങ്ങളിൽ കോമ്പൻസേറ്റ് ചെയ്യണം. ഒരു വിട്ടുവീഴ്ചയില്ല, അതിൽ നിർബന്ധമാണ്. അതും സുബഹി മുതൽ മഗ്രിബ് വരെ. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഒരു തമാശയുണ്ട്. നാദാപുരത്തേരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ ചാവക്കാട്ടിൽ നിന്നാണ്, എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. നാദാപുരത്തേര് അള്ളാനെ കാണാൻ പോയി, നോമ്പിന് ഒരു ചായ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണമൊന്നും വേണ്ട, പക്ഷെ ഒരു ചായയും ബീഡിയൊക്കെ കിട്ടിയാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ലാഹു തആല പറഞ്ഞത്രേ പറ്റൂല എന്ന്. അവസാനം എന്നാൽ പിന്നെ വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം, വേറൊന്നും വേണ്ട, പച്ചവെള്ളം, അതും പറ്റൂല. അതിലവർക്ക് അരിശം കയറി. CH പറയാട്ടോ, ഞാൻ പറയല്ല. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്നാൽ പിന്നെ ഈ നോമ്പ് തുറന്നാൽ പ്രത്യേകിച്ച് കൺട്രോളൊന്നും ഇല്ലല്ലോ, മഗ്രിബ് ആയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാൽ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ആ കാണിച്ചു കൊടുക്കലാണിപ്പോൾ നമ്മൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ തമാശ. ഏതായാലും ഒരു കോംപ്രമൈസിനും അല്ല തയ്യാറില്ല, പട്ടിണി കിടക്ക തന്നെ വേണം. അതെന്തിനാണ്? സ്കൂൾ കാലത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യമാണത്. അത്തരം കുറേ ചോദ്യങ്ങളും കുസൃതികളുമൊക്കെയാണ് കുറച്ച് ഖുർആൻ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളാക്കാൻ എന്നെ സഹായിച്ചത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കുറേ ക്രൂക്കഡ് ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു അന്ന് തന്നെ എൻ്റെ മുമ്പിൽ. അതെന്തിനാ, ഇതെന്തിനാ എന്നൊക്കെ ഉള്ള അത് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും. ഒറ്റ വാചകത്തിലാണ് ഉത്തരം എഴുതേണ്ടതെങ്കിൽ ഞാൻ എഴുതുക, അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് എന്നാണ്. ഈ പട്ടിണി കിടക്കാൻ പറയുന്നത് അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് എന്നാണ്. ആഹാ, അങ്ങനെ ഉണ്ടോ? കാരുണ്യവാൻ പട്ടിണിക്കിടുവോ? അല്ലേ? റഹ്മത്ത് എന്നാണ് കാരുണ്യം. ആ റഹ്മത്ത് എന്നുള്ള വാക്ക് പഠിച്ചാൽ തന്നെ അതിലേക്കൊരു ലിങ്ക് നമുക്ക് കിട്ടും. റഹ്മത്ത്, കാരുണ്യം, ആ വാക്കുണ്ടാകുന്നത് റഹ്മിൽ നിന്നാണ്. റഹ്മിൻ്റെ അർത്ഥം, അസിലർത്ഥം ഗർഭപാത്രം എന്നാണ്. അപ്പം റഹ്മത്ത് എന്താ? ഗർഭപാത്രത്തിലുണ്ടായ കുട്ടിയോട് ഉമ്മാക്ക് എന്താണോ തോന്നുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് മനസ്സിലായ പോലെ വേറൊന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഉമ്മാൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലായതുപോലെ നമുക്ക് വേറൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. അതാണ് റഹ്മത്ത്. അങ്ങനെ തൻ്റെ സൃഷ്ടികളോട് മുഴുവൻ തോന്നുന്നവൻ എന്നാണ് അർ-റഹ്മാനിൻ്റെ അർത്ഥം. ഉമ്മാക്ക് കുഞ്ഞിനോടെന്ന പോലെ സകല സൃഷ്ടിജാലങ്ങളോടും, മുസ്ലിമിനോടും അമുസ്ലിമിനോടും, വിശ്വാസിയോടും നിഷേധിയോടും, മതമുള്ളവനോടും മതമില്ലാത്തവനോടും, അനുസരിക്കുന്നവനോടും ധിക്കരിക്കുന്നവനോടും, ആത്മാർത്ഥതയുള്ളവനോടും കപടനോടും, പുണ്യവാനോടും കൊടുംപാതകിയോടും, എല്ലാവരോടും ഉമ്മക്ക് കുഞ്ഞിനോടെന്ന പോലെ തോന്നുന്നവൻ എന്നാണ് അർ-റഹ്മാനിൻ്റെ യഥാർത്ഥ വിവക്ഷ. അതിനാണ് നമ്മൾ പരമകാരുണ്യവാൻ എന്നൊക്കെയുള്ള പരിഭാഷകൾ സ്വീകരിക്കാറുള്ളത്. പരിഭാഷയിൽ അർത്ഥം ഉണ്ടാവില്ലല്ലോ, മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകാനുള്ളതാണ് പരിഭാഷ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ വാക്കെങ്ങനെ വന്നത്, എവിടുന്ന് വന്നത് എന്ന് പഠിക്കുമ്പോഴാണ് കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള അർ-റഹ്മാൻ എന്തിനാണ് നമ്മളെ കാരുണ്യം കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. അതിനെൻ്റെ ഉത്തരം, ഉമ്മ
സാധാരണ ചെയ്യലില്ല. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പലപ്പോഴും അടി കിട്ടിയിട്ടുള്ളത് തിന്നാത്തതിനാണ്. വിളിക്കുമ്പോൾ വരാതിരുന്നതിനും വരാതെ കളിച്ചതിനും ഒക്കെയാണ് പലപ്പോഴും കുട്ടികൾക്ക് അടി കിട്ടാറുള്ളത്. എന്ന ഉമ്മ ചിലപ്പോൾ പട്ടിണിക്കിടേണ്ടി വരും മക്കളെ, പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങളെയാണ് കാണാറുള്ള. ഉദാഹരണം, ചെറിയ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ ഒരു അസുഖം ബാധിക്കലുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും 3 ദിവസത്തേക്ക് പാല് കൊടുക്കാൻ പറ്റില്ല എന്ന്. പാലല്ലാത്ത ഒന്നും കൊടുക്കാത്ത കുട്ടിയാണത്. അവർ ചിലപ്പോൾ ICUയിലോ അതുപോലുള്ളിടത്തോ കയറ്റിയിട്ട് ഡ്രിപ്പൊക്കെ കുത്തിയിട്ട് അതൊക്കെ ഇങ്ങനെ കൊടുത്തോളാം, പാല് കൊടുക്കാൻ പറ്റില്ല. ഉമ്മക്ക് വലിയ സങ്കടമായിരിക്കും. പക്ഷേ കൊടുക്കാതിരിക്കുകയാണ് ഉമ്മ. എന്തുകൊണ്ട്? കാരുണ്യം കൊണ്ട്. എന്താണ് ആ കാരുണ്യത്തിൻ്റെ അർത്ഥം? വയറ് നിറച്ച് മുലപ്പാല് കുടിച്ച് നേടുന്നതിനേക്കാളും ചില വലിയ നേട്ടങ്ങൾ എൻ്റെ പൊന്നോമനയ്ക്ക് 2-3 ദിവസം പാല് കുടിക്കാതിരുന്നിട്ട് നേടാനുണ്ട് എന്ന് വരുമ്പോൾ ഉമ്മ വലിയ മനപ്രയാസത്തോടു കൂടി തന്നെ പാല് കൊടുക്കാതിരിക്കും. എന്തിനു വേണ്ടി? അവനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ്. അല്ലാതെ നീ ഇപ്പം അങ്ങനെ പാല് കുടിക്കണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല. പാല് കുടിച്ചിട്ട് കിട്ടുന്നതിനേക്കാളും ചില വലിയ കാര്യങ്ങൾ നേടാനുണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ ഖിറാഅത്തിൽ നിങ്ങളത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ പാല് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ എന്താണ് ചെയ്യുക? ഉമ്മ ഏതായാലും എനിക്ക് കുട്ടിക്ക് പാല് കൊടുക്കാനൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വരട്ടെ, കുട്ടീനെ ICUയിൽ നഴ്സ് നോക്കിക്കൊള്ളും എന്നൊന്നും അല്ലല്ലോ വിചാരിക്കൽ. ICUയിൽ ഇരുത്തുവങ്ങ് അവിടെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ പുറത്ത് ICUയുടെ പുറത്ത് അവിടെ ഉണ്ടാകും. വിട്ടുപോകില്ല ഒരിക്കലും, അടുത്ത് തന്നെ ഉണ്ടാകും. പിന്നെ പാലല്ലേ കൊടുക്കാൻ പാടില്ലാത്തതുള്ളൂ, വേറെ എന്ത് ചോദിച്ചാലും കൊടുക്കും, കൂടെ തന്നെ ഉണ്ടാകും, ചോദിച്ചതൊക്കെ കൊടുക്കും. ഭയങ്കര അസാധാരണമായ ലാളനയാണ് പിന്നെ ഉണ്ടാവുക. നോമ്പിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു തആല പറഞ്ഞൊരു വർത്താനുണ്ട്. നോമ്പിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിലാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഖിറാഅത്തിൽ കേട്ട ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ള ആയത്ത് കഴിഞ്ഞിട്ട് ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു എന്നുള്ള ആയത്തിൻ്റെ ഇടയിൽ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അല്ലാഹ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വൈദാ സാലക്ക, നബിയെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ, മോമിനിങ്ങൾ ചോദിച്ചാൽ എന്നല്ല, മനുഷ്യന്മാർ ചോദിച്ചാൽ എന്നല്ല. ഇദാ സാലക്ക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅനി, വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ഞാനത് കേൾക്കും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഉമ്മ ICUയിലെ നഴ്സിനോട് പറയണ അതേ വാചകമാണ്. കരഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞേക്കണം കേട്ടോ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോണ്ട് കിട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്നാണ് നഴ്സിനോട് ഉമ്മ പറഞ്ഞു വെക്കുക. ഈ ആയത്തിനെ നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ തൗഹീദ് വിശദീകരിക്കാൻ വേണ്ടി ഞാനടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മെല്ലെ ചോദിച്ചാലും അള്ളാഹ് കേൾക്കുന്നു പറയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ആയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിനാണ് ഈ ആയത്ത് ഉപയോഗിക്കൽ. നോമ്പുമായിട്ട് ഇപ്പം അതിനെന്താ ബന്ധം? അതിൻ്റെ മുമ്പ് പറഞ്ഞതും നോമ്പാണ്, അതിൻ്റെ ശേഷം പറയണതും നോമ്പാണ്. അതിൻ്റെ ഇടയിൽ എന്താണ് ഈ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കൂ എന്ന് പറയാനൊരു ന്യായം വേണ്ടേ? ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്നവർക്ക് അറിയാം. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഒരായത്ത് മനസ്സിലാക്കാൻ ആയത്തിനോട് 3 ചോദ്യം ചോദിക്കണം. ഒന്ന്, ആയത്തിൽ എന്താ പറഞ്ഞത്, അത് ഏതാണ്ട് പരിഭാഷ ശരിയായിട്ട് പറയുമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത്,
അതിനൊരു കാരണം വേറെ ഉണ്ടാകുക. ഇത് വേറെ എവിടെയും പറയാവുന്ന ആയത്താണ്. തൗഹീദ് പറയുന്നിടത്തൊക്കെ പറയാം, ദുആ പറയുന്നിടത്ത് പറയാം, നമസ്കാരം പറയുന്നിടത്താണ് കൂടുതൽ ഫിറ്റ്. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ അതൊന്നും അല്ലാതെ അല്ലാഹു തആല അത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റാക്കിയത് എന്തിനാ? അതിനൊരു കാരണം വേണമല്ലോ. മൂന്നാമത്തത്, അതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അതാണ് നിങ്ങൾ സാധാരണ കേൾക്കണ അള്ളാഹുവിനോട് മെല്ലെ ചോദിച്ചാൽ മതി, അള്ളാഹു നമ്മുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകും. അത് എന്തും അള്ളാഹുവിനോട് ചോദിക്കാം. അത് കിട്ടണമെങ്കിൽ നമ്മളെന്ത് വേണം? അള്ളാഹുവിനോട് ചോദിക്കുകയും അവൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും വേണം. ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി, അതൊക്കെ പറയണത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ആയത്തിൻ്റെ ഒരു സീറ്റിനൊരു അർത്ഥം ഉണ്ടല്ലോ. നമ്മളെ സദസ്സിലെ സീറ്റിനൊരു അർത്ഥമില്ലേ? ഇല്ലേ? കുറച്ചാളുകൾ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ്. പക്ഷേ കുറച്ചാൾക്കാർ ഇവിടെ ഇരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുക, അയാളെന്താ അവിടെ ഇരിക്കണത്? നിങ്ങളോട് പേരക്കുട്ടികൾ ചോദിച്ചു നോക്കുക, ആ കാക്ക എന്താ അവിടെ ഇരിക്കണത്? അവിടെ സീറ്റ് ഉണ്ടല്ലോ, ഞാനും അവിടെ പോയിട്ട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. കാരണം എന്താ അല്ലേ? താനിരിക്കേണ്ടടുത്ത് താനിരിക്കണം എന്നല്ലേ നമ്മൾ പറയൽ. എന്ന പോലെ അല്ലാഹു തആല ഓരോ ആയത്തിനും ഒരു സീറ്റ് വെച്ചിട്ടുണ്ട്. ഓരോ സൂറത്തിനും ഓരോ സീറ്റുണ്ട്, ഓരോ ആയത്തിനും ഓരോ സീറ്റുണ്ട്. അതിൽ നിന്ന് അത് അടർത്തിയെടുത്ത് വായിച്ചാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ ആ സീറ്റിൻ്റെ അർത്ഥം ഇന്ന് നഷ്ടപ്പെടും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. ഈ ആയത്ത് നോമ്പുമായിട്ട് എന്താണ് ബന്ധം? അത് ഇതാണ്. അതുകൊണ്ടാണ് എൻ്റെ അടിമകൾ അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്. അള്ളാഹുവിനങ്ങോട്ട് കീഴ്പ്പെടുകയാണ് അടിമയാകുകയാണ്. എനിക്ക് തോന്നുമ്പോഴല്ല, എനിക്ക് വിശക്കുമ്പോഴല്ല തിന്നലും കുടിക്കലും, അള്ളാഹ് സമ്മതിക്കുമ്പോഴേ ഉള്ളൂ. ഇതൊരു അടിമത്താണല്ലോ. മൂമിനീങ്ങൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞേക്കൂന്നല്ല. മനുഷ്യർ ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ ദൈവം അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞേക്കൂന്നല്ല. എൻ്റെ അടിമകൾ, എൻ്റെ കുട്ടികൾ എന്ന് ഉമ്മ പറയണ സ്ഥാനത്താണ് അല്ലാഹു തആല എൻ്റെ അടിമകൾ എന്ന് പറയുക. അവരെന്നെക്കുറിച്ച് ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കണം, ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവരുടെ ആവശ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചോട്ടെ, ചോദിച്ചതൊക്കെ കൊടുക്കും. നേരത്തെ പറഞ്ഞ നാദാപുരത്തേര് ചോദിച്ചത് ചോദിക്കാതിരുന്നാൽ മതി. നോമ്പിൻ്റെ പകലിൽ ഇല്ലേ, അതൊന്നും ചോദിക്കാതിരുന്നാൽ മതി. വേറെ എന്തും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും, അവരുടെ പ്രയാസങ്ങൾ കേൾക്കും, ഒക്കെ ചെയ്യും. പിന്നെ അവരെന്ത് വേണം? ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി. അള്ളാഹുവിൻ്റെ നിലപാട് ഉമ്മയുടെ അതേ നിലപാടാണ്. അതുകൊണ്ട് നോമ്പുകാരന് വലിയ പരിഗണനയാണ്. അവൻ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ അള്ളാഹ് ഇൻറ്റു മാർക്ക് ചെയ്യും അവിടെ 70 × 70. അതിലൊരു ബമ്പർ ഓഫർ വെച്ചിരിക്കുന്നു, ഒരു ദിവസം × 1000 മാസം. ഇങ്ങനെ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ധാരാളം അറിയുന്നതാണ്, ഞാനൊക്കെ പരത്തി പറയേണ്ടതില്ല. ഇങ്ങനെ ഓഫർ കൊടുത്തിട്ട് അല്ലാഹു തആല നമുക്ക് നേടിത്തരികയാണ്, നമുക്ക് നേടേണ്ടതുള്ളതും എന്നാൽ സാധാരണ ദിവസങ്ങളിൽ നേടാൻ അത്ര എളുപ്പം കഴിയാത്തതുമായ കാര്യങ്ങൾ. അതെന്താണ്? ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ ദുർബലനാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് വരുത്തിയത് ആരാണ്? നമുക്ക് ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ചത് ആരാണ്? നമ്മുടെ പണം ഏറ്റവും കൂടുതൽ കളഞ്ഞത് ആരാണ്? നമുക്കൊട്ടും വിശ്വസിക്കാൻ കഴിയാത്തത് ആരെയാണ്? ഒക്കെ നമ്മളെ തന്നെ ആയിരിക്കും. വേറുള്ള ആരെയും നേരിടൽ വളരെ എളുപ്പമുള്ള പണിയാണ്. പക്ഷെ സ്വന്തത്തെ നേരിടലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ജിഹാദ്, മുജാഹദത്തുൻ നഫ്സ്, അഫ്ളലുൽ ജിഹാദ്, ജിഹാദായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തത്തിനെ നന്നാക്കൽ. കാരണം ഈ ചങ്ങാതിനെയാണ് തീരെ വിശ്വസിക്കാൻ പറ്റാത്തത്. വേറെ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുന്നത് തടയാൻ നമുക്ക് സെക്യൂരിറ്റിയെ സ്വീകരിക്കാം, ക്യാമറ വെക്കാം, അവനെ ഭീഷണിപ്പെടുത്താം, അങ്ങനെ പല വഴികളുമുണ്ട്. പക്ഷെ ഞാൻ എന്നെ കൊണ്ടുപോയി കുണ്ടിൽ ചാടിക്കുന്നത് തടയാൻ എന്തൊരു സെക്യൂരിറ്റി സംവിധാനമാണുള്ളത്? അതുകൊണ്ടാണ് അല്ലാഹു തആല പാപങ്ങളൊക്കെ പറയുന്നിടത്ത് പറയാം, ലലമ നഫ്സഹു, സ്വന്തത്തോട് അക്രമം ചെയ്തു. ലലമു അൻഫുസഹും, സ്വന്തത്തിനെ ദ്രോഹിച്ചു. ഇങ്ങനെയാണല്ലോ അല്ലാഹു തആല. ഖസിറു അൻഫുസഹും, സ്വന്തത്തിനെ പരാജയപ്പെടുത്തിയെന്ന്. ഒരാൾ നമ്മളെ ആക്രമിക്കുന്നത് തടയാൻ എളുപ്പമാണ്, പക്ഷേ ഞാൻ എന്നെ ആക്രമിക്കുന്നത് തടയാൻ വലിയ പ്രയാസമാണ്. അതിനെന്ത് വേണം? അതിന് വേണ്ടതാണ് എനിക്ക് സ്വയം ഒരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാകണം. അപ്പോഴേ ഞാനാകുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും
നാം വർഗമനുസരിച്ച് തന്നെ അതിൽ കുറച്ച് വീക്ക്നെസ് ഉള്ള ആളാണെന്നാണ് ഖുലിഖൽ ഇൻസാനുൽ ലഈഫ. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. നമ്മുടെ വാപ്പാനെ നമുക്കറിയാമല്ലോ, ആദം അലൈഹിസ്സലാം. അദ്ദേഹം സ്വർഗത്തിൽ വെച്ച് ലലമ നഫ്സഹു എന്നാണ് അള്ളാഹ് പറയുന്നത്, സ്വന്തത്തോട് അക്രമം ചെയ്തു. എന്താ ചെയ്തത്? അല്ലാഹു തആല പറഞ്ഞു, രണ്ടാളും കൂടി സ്വർഗത്തിൽ താമസിച്ചുകൊള്ളൂ. വകുലാ മിൻഹാ റഗദൻ ഹൈത്തു ശിഅ്തുമാ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ യഥേഷ്ടം, നോ കൺട്രോൾ അറ്റാൾ, നോ ലിമിറ്റ് അറ്റാൾ, അൺലിമിറ്റഡ്. എന്താ അൺലിമിറ്റഡ് നെയ്ച്ചോറ്? നിങ്ങളെവിടെ ഇല്ല സാധനം അൺലിമിറ്റഡ് നെയ്ച്ചോറ് അല്ലേ? എന്ന പോലെ അൺലിമിറ്റഡ് സ്വർഗം ഇങ്ങനെ കൊടുത്തു. ഒരു മരം, ആകാശവും പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗത്തിൽ ഒരു മരം, അയിമ തുടരുത്. ഫലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ. അതിമ തൊട്ടാൽ നിങ്ങളെ പേരിൽ കേസുണ്ടാവും, നിങ്ങൾ അക്രമികളായിത്തീരും. ആയിക്കോട്ടെ, അതിപ്പോൾ എന്താ, അതിൻ്റെ ആവശ്യം ഇപ്പം എന്താ നമുക്ക്? ആ ഒരു മരമല്ലേ, ഇവിടെ ഇഷ്ടം പോലെ മരം എത്ര ഉണ്ട്, പൂക്കൾ എത്ര ഉണ്ട്, പഴങ്ങൾ എത്ര ഉണ്ട്, ഉദ്യാനങ്ങൾ എത്രയുണ്ട്, അരുവികൾ എത്രയുണ്ട്, ഇങ്ങനെ വേണ്ടതൊക്കെ ഉണ്ട്, കൊട്ടാരങ്ങൾ എത്രയുണ്ട്, പാലും തേനും ഒക്കെ അരുവിയായിട്ട് ഒഴുകുകയാണ്. പിന്നെ എന്തിനാ അയിമ പോകേണ്ട കാര്യം എന്താ? ഓ, വേഗം സമ്മതിച്ചു ആള്. പക്ഷേ എന്നിട്ട് അതുമ്മ തന്നെ പോയി കയറി. ഞങ്ങളുടെ നാട്ടിൽ ഈ പണിക്കര് ചാണകം ചാടി കടന്ന പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഒരു അടി പിന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് എടുത്ത് ചാടി ഒത്ത നടുക്ക് തന്നെ എന്ന് വീണു എന്നാണ് പറയും. എന്ന പോലെ ഇതൊക്കെ അവിടെ ഉണ്ടായിട്ട് അമ്മ അടുത്തുമ്മ തന്നെ ചെന്ന് കയറി, രണ്ടാളും കൂടി. ഇതിൻ്റെ കാരണമായിട്ട് അല്ലാഹു തആല പറയണതാണ് ഇപ്പം എനിക്ക് വിഷയം. അതിൻ്റെ ബാക്കി വിശദാംശങ്ങളൊക്കെ ഞാൻ വിട്ടു. വലം നജിദ് ലഹു അസ്മ, ഒരു ദൃഢനിശ്ചയം അവനിൽ കണ്ടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വലം നജിദ് ലഹു അസ്മ, ഒരു തീരുമാനമെടുത്താൽ അങ്ങനെ തന്നെയെന്ന്. ചെറുപ്പത്തിൽ ഇങ്ങനെ കുതിര വിട്ട് നടക്കുന്ന കാലത്ത് ഖുതുബ വയലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ തീരുമാനിക്കുമായിരുന്നു, നാളെ സുബൈ മുതൽ ഞാൻ നല്ലൊരാളാവും. ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. ചിലപ്പോൾ കരച്ചിലൊക്കെ വന്നിട്ടുണ്ടാവും ഖുതുബ കേട്ട് ദുആയൊക്കെ കേട്ടപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. സുബൈക്ക് നിസ്കരിക്കണം, നേരത്തെ എണീക്കണം, ജുമാഅത്തിന് പള്ളിയിലെത്തണം എന്നൊക്കെ തീരുമാനിക്കും. എന്നിട്ട് ഉമ്മാനെ വിളിക്കാനൊക്കെ എണീപ്പിക്കും, പ്രത്യേകം ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഉമ്മ ഒരു വട്ടം വിളിച്ച് 2 വട്ടം വിളിച്ച് ഉമ്മക്ക് മടുത്തിട്ട് ഉമ്മ നിർത്തി ഉമ്മൻ്റെ വാടോക്കി പോകും. ആരെണീക്കണം? കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും. ഉമ്മ ചോദിക്കും, എന്തിനാ എന്നോട് വിളിക്കാൻ പറഞ്ഞത്? അപ്പോഴാണ് ആലോചിക്കുക, ശരിയാ, സുബൈക്ക് എണീക്കണം എന്നൊക്കെ തീരുമാനിച്ചതായിരുന്നല്ലോ. ഇതിനാണ് അസ്മില്ല എന്ന് പറയാ. പിന്നെ ഒന്നും കൂടി മെനക്കോടും. എന്നിട്ട് പിന്നെ ഒന്ന് ആലോചിക്കും, ഇന്നിപ്പോൾ എന്താഴ്ച? ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. ശരി, അടുത്ത തിങ്കളാഴ്ച രാവിലെ മുതൽ തുടങ്ങാം. ഈ ആഴ്ച ഇങ്ങനെ അങ്ങ് പോട്ടെ. അന്നും സ്വാഹ. അപ്പോൾ ഒന്ന് ഡേറ്റ് നോക്കും. ഇന്നിപ്പോൾ എത്ര തീയതി? അടുത്ത മാസം 1-ാം തീയതി മുതൽ അങ്ങോട്ട് തുടങ്ങാൻ നോക്കും. പഠിച്ചോൻ സഹായിച്ചിട്ട് അതും നടക്കില്ല. അപ്പോൾ പിന്നെ ഒരു നീണ്ട ഡേറ്റ് വെക്കല. ഇക്കൊല്ലം ഇങ്ങനെ അങ്ങ് പോട്ടെ, അടുത്ത കൊല്ലം 1-1-1 അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇതാണ് ഈ അസ്മില്ലായ്മ എന്ന് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കും. 3-ാം തീയതി ഞാൻ അവിടെ തന്നിരിക്കുന്നൊക്കെ പറയും. എവിടെ അന്നത് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. വാക്കുകൾ കൊടുക്കും. ഇത്ര മണിക്ക് നമുക്ക് കാണാം, എത്ര മണിക്ക്, ഇങ്ങനെ ഒരുപാട്. ഇതാണല്ലോ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതാണ് ഒരാൾ നല്ല വ്യക്തിത്വമുള്ള ആളാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾ ഏറ്റിരിക്കും, അയാൾ ചെയ്യും, പിന്നെ അത് അയാളെ ഓർമ്മയാക്കാൻ നിൽക്കണ്ടെന്നാണ്. അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെ മഹത്വം ഉണ്ടാവല്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വേണ്ടാന്ന് വെച്ചത് വേണ്ടാന്ന് തന്നെയാണ്. അതിൽ പിന്നെ തീരുമാനം മാറില്ല. ഇതാണ് അസ്മ്. ഇതുണ്ടായാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റും. പക്ഷെ അതില്ല തലപ്പത്തും തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ പിതാവിനെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് വലം നജിദ് ലഹു അസ്മ. സ്വർഗത്തിൽ വെച്ച് അബദ്ധം ചെയ്യാൻ കാരണം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടമുണ്ടായില്ല എന്നാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽപ്പെട്ട ഈ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ പേരക്കുട്ടികളിൽപ്പെട്ട ചിലരെ വിളിക്കുന്നത് തന്നെ ഉലുൽ അസ്മുകൾ എന്നാണ്. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ
റസൂലുമാരുടെ കൂട്ടത്തിലെ ഉലുൽ അസ്മുകൾ ഉറച്ചു നിന്നതുപോലെ ഉറച്ചു നിൽക്കുക. നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസയിൽ നിന്ന് പണ്ട് പഠിച്ചിട്ടുണ്ടാകും 5 ഉലുൽ അസ്മുകൾ. എന്താ ഈ ഉലുൽ അസ്മുകൾ? വലിയ സമൂഹങ്ങളുടെ മുമ്പിൽ ഒറ്റക്കെഴുന്നേറ്റ് നിൽക്കേണ്ടി വന്ന ആളുകൾ, എന്നിട്ടും ഒരു പതർച്ചയുണ്ടാകാത്ത ആളുകൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ജീവിതം പഠിച്ചാൽ ഖുർആനിൽ നിന്ന് തന്നെ അത് ഗംഭീരമായിട്ട് മനസ്സിലാക്കും. ഇബ്രാഹിം അലൈഹി സ്വലാം ഒന്നിങ്ങനെ വളഞ്ഞു നിന്ന് കൊടുത്തിരുന്നെങ്കിൽ അടുത്ത ആത്മീയ നേതാവാകൽ വളരെ എളുപ്പമുള്ള പണിയായിരുന്നു. ആസർ, നമ്രൂദിൻ്റെ ആത്മീയ നേതാവ്, ഗ്രാൻഡ് മുഫ്തി ആര്? അത് ആസർ. ആസർ കഴിഞ്ഞാൽ പിന്നെ ആര്? അതാ ഇബ്രാഹിം. പിന്നെന്താ? തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകാം സദസ്സിൽ. അവരോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സമുദായത്തിൽ ഈ മൊയ്ലിയരാകാൻ വലിയ പാടാണ്. കിതാബ് ഓതണം, തലേക്കെട്ട് കെട്ടണം, താടി വേണം, നീളം കുപ്പായ ഇടണം, ഇങ്ങനെയൊക്കെ കുറേ പണിയാണ്. പക്ഷെ തങ്ങളാകാൻ, ഉദ്ഘാടനത്തിന് പോകാൻ ഇതൊന്നും വേണ്ട. കുടുംബത്തിലാണ്ട് ജനിച്ചു കൊടുത്താൽ മതി. താടി മീശയും വന്നിട്ടില്ലെങ്കിലും, താടി വന്നിട്ട് പിന്നെ പഠിക്കുകയാണെങ്കിലും, തലേക്കെട്ട് കെട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ തങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനത്തെ തങ്ങളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം ആകേണ്ടിയിരുന്നത്. പക്ഷേ അവിടുന്ന് തന്നെ ഉടക്കണം. എന്നിട്ട് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളുടെ പാരാവാരം നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷേ ഒരു കുലുക്കുമില്ല. അതാണ് ഉലുൽ അസ്ം. ഫിറൗനിൻ്റെ മുമ്പിൽ മൂസ അലൈഹിസ്സലാം ഒന്ന് വളഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ന്യൂനപക്ഷ പിന്നോക്ക കോർപ്പറേഷനോ കമ്മീഷനോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. അവിടെ ഒരു കോംപ്രമൈസും ഉണ്ടായില്ല. ഇതൊക്കെയാണ് ഉലുൽ അസ്മ് എന്ന് പറയുന്നത്. അങ്ങനെ അസ്മില്ലാത്തവൻ്റെ മക്കളെ ഉലുൽ അസ്മുകളാക്കുന്ന പ്രോജക്റ്റാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യനെ കരുത്തനാക്കും, തൻ്റേടിയാക്കും, ഉറച്ച നിലപാടുള്ളവനാക്കും. ഇതൊക്കെയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഹാൻഡ് ബുക്ക്, യൂസർ ഗൈഡാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്ലിക്കേഷനാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? തിന്നൂല എന്നങ്ങ് തീരുമാനിക്കുകയാണ്, കുടിക്കൂല എന്നങ്ങ് തീരുമാനിക്കുകയാണ്. മനുഷ്യനാകണമെങ്കിൽ പോലും ഇത് വേണ്ടി വരും നമുക്ക്. മൃഗം ഭക്ഷണം കഴിക്കൽ വിശക്കുമ്പോൾ, വിശക്കാത്ത സമയത്ത് മാനിനെ കിട്ടിയാൽ സിംഹം അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും, കാരണം വിശക്കണില്ല എന്നാണ്. പക്ഷെ അതേ മാനിനെ വിശക്കുമ്പോൾ തിന്നും ചെയ്യും. യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ വീഡിയോ തന്നെ കാണാം. സിംഹം മാനിനെ കളിപ്പിക്കുന്ന വീഡിയോ, ആട്ടിൻകുട്ടിയെ കളിപ്പിക്കുന്ന വീഡിയോ. അതിൻ്റെ അർത്ഥം തിന്നൂല എന്നൊന്നുമല്ല, സിംഹം അങ്ങ് നന്നായി പോയതൊന്നുമല്ല, ഇപ്പം വിശക്കണില്ല. നമ്മൾ ഈ ജീവനുള്ള മീനൊക്കെ കൊണ്ടുവന്നാൽ അല്ലേ, നാളെ കറി വെക്കാനുള്ളതാണ്, ജീവനുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യൽ? കുറച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കളിയൊക്കെ ഒന്ന് കണ്ടിട്ട് നാളെ പിടിക്കാൻ നോക്കൂലേ എന്ന പോലെ ഉള്ളൂ. സിംഹം വിശക്കണില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല മൂപ്പർക്ക്. കടുവ നാട്ടിലിറങ്ങലെപ്പോഴാ? കാട്ടിലൊന്നും കിട്ടാനില്ലാതെ ആകുമ്പോൾ വിശക്കുമ്പോഴാണ് അല്ലേ. കടുവ നാട്ടിലിറങ്ങണതിനിപ്പോൾ പരിഹാരം ആലോചിക്കണത് എന്താ വെച്ചാൽ വേലി കെട്ടുക, മതിൽ കെട്ടുക, അതൊന്നും നടക്കില്ല കേട്ടോ. സിംഹത്തിന് കാട്ടിൽ വല്ലതും തിന്നാൻ കിട്ടിയാൽ ഓനെ ഈ വഴിക്ക് വരൂല. കടുവ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള വഴി എന്താ? കാട്ടിൽ തിന്നാനുണ്ടാക്കി കൊടുക്കുക. കുറച്ച് മാനിനെയും മയിലിനെയും കൂടി വളർത്തിയിട്ടെങ്കിലും അവിടെ കൊണ്ടിട്ട് കൊടുത്താൽ, കുറച്ച് ആടുകളെങ്കിലും കൂടി കാട്ടിലേക്ക് കയറ്റി വിട്ടുകൊടുത്താൽ വിശക്കുമ്പോൾ നാട്ടിലിറങ്ങൽ കടുവ നിർത്തും. കാരണം കടുവക്ക് ഇവിടെ അമ്മായിൻ്റെ വീടൊന്നുമില്ല, നാട്ടിലൊന്നും ഇവിടെ വന്നിങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല, വിശന്നിട്ട് വരുന്നതാണ്. അങ്ങനെയാണ് മൃഗം. ലൈംഗികതയുടെ കാര്യത്തിലും ആടിനെയും കോഴിനെയൊക്കെ നമുക്കറിയാലോ. മുന്നിൽ കണ്ടവൾ അത്ര തന്നെയുള്ളൂ. അതിന് തഖ്വ എന്നാണ് പറയുക. പിന്നെ അവിടുന്ന് മനുഷ്യനാകലെപ്പോഴാ? കുറച്ചുകൂടി മേലോട്ട് പോയിട്ട് തിന്നാൽ തല്ലുകൊള്ളുന്നത് തിന്നാമോ? ഇത് തിന്നാൽ തല്ലുകൊള്ളുമോ? തിന്നാൽ ചത്തുപോകുമോ എന്നൊക്കെ ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് നോക്കും. അതിനും അല്ല തഖ്വ എന്നാണ് പറയുന്നത്.
മൂന്നാമത്തതാണ് നമ്മൾ ആൾ വിശുദ്ധനായ മനുഷ്യനാണ്, മാന്യനാണ് എന്നൊക്കെ പറയാൻ അവലംബിക്കുന്ന ആൾ മുത്തഖിയാണ് എന്ന് പറഞ്ഞിടത്തുള്ള തഖ്വ. ഇത് മൂന്നും മനുഷ്യന് ആവശ്യമുള്ളതാണ്. മനുഷ്യൻ ജന്മനാ തന്നെ പഠിപ്പിക്കപ്പെട്ട ഒരു തഖ്വയുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യൻ്റെ മനസ്സ് പഠിച്ചു നോക്കിയാൽ ഒരു വലിയ അത്ഭുതമാണ്. അതാണ് വനഫ്സിൻ വമാ സവ്വാഹ എന്ന് പറയുന്നത്. അൽഹമഹ ഫുജൂറഹ ഫസവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയിരിക്കുന്നല്ലോ. അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിൻ്റെ ഫുജൂറും തഖ്വയും ഇൽഹാമ് കൊടുത്തിരിക്കുന്നു. എന്താ ഇൽഹാമ് കൊടുത്തത്? ജന്മനാ തന്നെ ഇപ്പം പ്രസവിച്ച ഒരു കുഞ്ഞ് ഇപ്പം തന്നെ ഉമ്മയുടെ സ്തനം വായിൽ വെച്ച് കൊടുത്താൽ വയറ് നിറച്ച് കുടിക്കും. ഉമ്മ തളർന്നു കിടക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ കുട്ടിക്ക് അതൊന്നും പ്രശ്നമൊന്നുമല്ല. ആരാണ് ഈ വിരുദനെ ഇത് പഠിപ്പിച്ചത്? വിശക്കുമ്പോൾ ഇത് കുടിച്ചാൽ മതിയെന്നും ഇത് കുടിക്കൽ ഇങ്ങനെയാണെന്നും. കുട്ടിയുടെ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ ഒരു സ്ട്രോ ഇട്ട് വെച്ച് കൊടുത്തിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞാൽ കുടിക്കണമെങ്കിൽ 3 വയസ്സൊക്കെ ആകണം. അതേ സമയത്ത് പാല് കുടിക്കൽ ഇപ്പം പ്രസവിച്ച ആൾ മിനിറ്റുകൾക്കകം തന്നെ ഒന്ന് തുടച്ച് നന്നാക്കിയിട്ട് വായിൽ കൊടുത്താൽ അതങ്ങ് കുടിച്ചോളൂ. ഇതാരാ പഠിപ്പിച്ചത്? അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. വേണമെന്ന് തോന്നുന്നത് സ്വീകരിക്കാനും വേണ്ടാന്ന് തോന്നുന്നത് ഒഴിവാക്കാനും ജന്മനാ പഠിപ്പിച്ചിരിക്കുന്നു. അത് മൃഗങ്ങളെയും പഠിപ്പിച്ചിരിക്കുന്നു, മനുഷ്യനെയും പഠിപ്പിച്ചിരിക്കുന്നു. പിന്നെ അതിങ്ങനെ വളർന്നു വരികയാണ് ആ കഴിവ്. അതുകൊണ്ടാണ് കുട്ടികൾ കാണാൻ രസമുള്ളത് എടുക്കും, ഇല്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യും. നല്ലത് ചീത്ത എന്ന് നോക്കാൻ അവർക്കറിയില്ല. അതുകൊണ്ട് കുഞ്ഞ് മലം പോയി വാരും. അതിൻ്റെ മഞ്ഞ കളറെല്ലാം കൂടി കാണുമ്പോൾ അത് ഇത്തിരി ചന്തമുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് പോയി വാരും അത്. അതേ സമയത്ത് വെളുത്ത പ്ലേറ്റിൽ ചോറോ അപ്പം ഇട്ട് കൊടുത്തത് തട്ടിക്കളയും. കാരണം അത് കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. വെളുത്ത പ്ലേറ്റിൽ വെളുത്ത ചോറിട്ടാൽ എന്താ രസം ഉണ്ടാവുക? അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊരു ക്യാരറ്റിൻ്റെ കഷ്ണം കിടക്കുന്നുണ്ടെങ്കിൽ അത് വെറുക്കി അങ്ങ് തിന്നു. വെച്ചുകൊടുത്ത് നോക്കൊണ്ട് നിങ്ങൾ നെയ്ച്ചോറ് അതിൻ്റെ ഇടയിൽ എന്തോ ഒന്നുണ്ടെങ്കിൽ അതോ എടുത്തു തിന്നു. കാരണം എന്താ? ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നു എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് കേട്ടോ, എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടാണ് അത്രേ കുട്ടികൾ അല്ലേ, കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ ഗുളിക കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിങ്ങനെ നല്ല കളറുള്ള ഗുളികയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻറ്റ് കളറുള്ളൊരു സ്ഥലത്ത് അവിടെ ഇട്ട് കൊടുത്താൽ മതി, ആ കുട്ടി വെറുക്കി തിന്നോളും. അതിനു വേണ്ടി ബലം പ്രയോഗിക്കുമ്പോൾ കരച്ചിലും കുലുമാലും ഒക്കെ ആവുകയും ചെയ്യും. ഇതൊക്കെ ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ള ഒരു അസിലിൽ നിന്ന് വരുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ബുദ്ധി പ്രയോഗിക്കാൻ തുടങ്ങും മനുഷ്യൻ. അതിന് അല്ലാഹ് തഖ്വ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഖുർആനിൽ തന്നെ വത്തഖൂ ഫിത്നത്തല്ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. തഖ്വക്ക് നമ്മൾ ഭക്തി എന്നൊക്കെ അർത്ഥം പറയലുണ്ട്. അപ്പോൾ വത്തഖൂ ഫിത്നത്തൻ, ഫിത്നയോട് തഖ്വ പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി പുലർത്തുക എന്നോ? ഫിത്നയോടോ? പടച്ചോനെ അല്ല. പിന്നെ ഫിത്നയെ ബുദ്ധി ഉപയോഗിച്ച് സൂക്ഷിക്കുക, വരാതെ നോക്കുക. അതിനാണ് വത്തഖൂ ഫിത്നത്തൻ എന്ന് പറഞ്ഞത്. ബുദ്ധി ഉപയോഗിക്കുക, എന്നിട്ട് ദോഷകരമായത് ഒഴിവാക്കുക. അവിടെയാണ് വത്തഖൂ ഫിത്നത്തല്ലാ തുസീബ്. ഇത് തഖ്വ നമ്പർ 2. ഈ തഖ്വ ഉള്ളത് കൊണ്ടാണ് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നത്. ആ തഖ്വ ഇല്ലാതെയാകുമ്പോഴാണ് ജീവിക്കാൻ പറ്റാതെയാകുന്നത്. ഈ രണ്ടാമത് പറഞ്ഞ തഖ്വ ഇപ്പം നമുക്ക് വളരെ ആവശ്യമായി വന്നിരിക്കുക. സമൂഹത്തിൽ ഭയങ്കര ചർച്ച. ഇന്നലെയും ഞാൻ കണ്ടു, ഒരു സ്ത്രീ നിന്ന് കരയുകയാണ്. മകൻ വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അവൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ബേജാറ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്താ സംഭവം? മനുഷ്യൻ മയക്കുമരുന്നും എല്ലാം കൂടി എങ്ങനെ എൻജോയ് ദ ലൈഫ്, അതാണ് നമ്മൾ അവർക്ക് ചൊല്ലിക്കൊടുത്തത് ആദ്യം. കുട്ടികളെ പണ്ട് കാര്യമില്ല. മൈ ബോഡി ഈസ് മൈ ഫ്രീഡം എന്നാണ് കുപ്പായത്തമ്മ വരെ എഴുതി വെച്ചത്. മതമില്ലാത്ത ജീവൻ എങ്ങനെയെങ്കിലും മനുഷ്യൻ അവന് തോന്നും പോലെ ജീവിക്കണം. അധ്യാപകരെ പഠിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇറക്കിയൊരു പാഠപുസ്തകമുണ്ട്, അധ്യാപകർക്ക് ഉള്ള ഗൈഡ് ലൈനായിട്ട്. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് പഠിപ്പിക്കുന്ന കിതാബ്. അത് വിവാദമായപ്പോൾ തൽക്കാലം അലമാരിൽ വെച്ച് കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ എത്തേണ്ടടുത്തൊക്കെ അത് എത്തിയിരിക്കുന്നു. അതിൽ പറയുന്നുണ്ട് കുട്ടികളോട് ലൈംഗിക വിദ്യാഭ്യാസം അത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. അത് തോന്നുമ്പോൾ സ്വന്തം കൈകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായി ചേർന്നോ അത് നിറവേറ്റുന്നത് ഒരു പാപമല്ല. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഉസ്താദുമാർക്ക്, മാഷുമാർക്ക് പഠിപ്പിക്കാൻ സർക്കാർ ഇറക്കിയ സാധനമാണ്. ശരീരത്തിൻ്റെ ലൈംഗിക ചോദന നിറവേറ്റുന്നത് ഒരു പാപമൊന്നുമല്ല. ആരുമായിട്ട്?
ഒന്നുകിൽ സ്വന്തം കയ്യോ അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരുമായി ചേർന്നിട്ട്, ആണോ പെണ്ണോ ആയ. ഇതൊക്കെയാണ് പഠിപ്പിച്ചത്. ഇത് പഠിപ്പിച്ച ആളുകൾ മയക്കുമരുന്ന് കണ്ടാൽ വിടുവൊന്നുമില്ല. പിന്നെ മയക്കുമരുന്നുകൊണ്ട് വലിയ ദോഷമുണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് നമുക്കല്ലേ, നമ്മളെ കൊല്ലാൻ വരികയാണ്. മകൻ വീട്ടിലുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉമ്മാക്ക് ബേജാറാവുകയാണ്, വല്യമ്മക്ക് ബേജാറാവുകയാണ്, മൂത്താപ്പാക്കും മൂത്തമ്മക്കും ബേജാറാണ്, അയൽവാസിക്ക് ബേജാറാണ്. അത് നമ്മുടെ പ്രശ്നമാണ്. ഓൻ ആസ്വദിക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ചവരോട് അറിയെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയെന്നെ. അവർ ചിലപ്പോൾ ഇങ്ങനെ എണീക്കാൻ പോലും വയ്യാതെ, എണീറ്റ് നിൽക്കാൻ പോലും വയ്യാതെ കിടന്നു മറിയുമ്പോഴൊക്കെ അവരേതാണ്ട് ഒരു സ്വർഗത്തിൽ ഇങ്ങനെ വിരാജിക്കുന്നതാണ്. അവർക്ക് തല്ല് കിട്ടുന്നതൊന്നും അവരറിയുന്നൊന്നുമില്ല. എത്ര മനോഹരമാണ് ജീവിതം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ അവരെ പഠിപ്പിച്ചത്, മൃഗമാവാൻ. ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായി പടച്ച തമ്പുരാൻ ഉണ്ടാക്കി വെച്ച തഖ്വയാകുന്ന വിവേചന ബുദ്ധി ഒഴിവാക്കാൻ, എന്നിട്ട് ജീവിതം ആസ്വദിക്കാൻ പഠിപ്പിച്ചിട്ട് ഇപ്പം അവരെന്നെ ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മുതൽ ഇങ്ങോട്ട് എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നടക്കാൻ പോണില്ല, അയച്ചാൻ കൊയ്ച്ചം പണി വേറെ നോക്ക്. മനുഷ്യനെ ജീവിതം എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി പണി വേറെ എടുക്ക്, അപ്പോഴേ നന്നാവുള്ളൂ. ഏതായാലും ഇതാണ് ഈ രണ്ടാമത്തെ തഖ്വ. രണ്ടാമത്തെ തഖ്വ എന്ന് അല്ലാഹ് പറഞ്ഞത് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാനേ പറ്റുകയില്ല. ഇനി മൂന്നാമത്തെ തഖ്വ, ജീവിതം മനോഹരമാക്കാൻ. അങ്ങനെ ബുദ്ധി മാത്രം പ്രയോഗിച്ചാൽ പോരാ, ബുദ്ധി പരാജയപ്പെടുന്നിടത്ത് പോലും ജീവിത വിശുദ്ധി നിലനിൽക്കണം. അതിനെന്ത് വേണം? ബുദ്ധിക്കുപരിയായ ഒരു ബുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത വേണം. സർവൈലൻസ്, അല്ലേ? ക്യാമറ സർവൈലൻസ്. ക്യാമറയുണ്ട് എന്ന് വന്നാൽ ആൾ മര്യാദക്കാരനാവുമെന്ന് കാണുന്നില്ലേ? ക്യാമറയിൽ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും അല്ലാഹ് സർവൈലൻസിലാണ്. ഫലാ യതനാജാ ഇസ്നാനി ഇല്ലാ വല്ലാഹു സാലിസുഹുമാ. രണ്ടാൾ സ്വകാര്യം പറയുന്നില്ല, മൂന്നാമനായി അല്ലാഹു ഉണ്ടായിട്ടല്ലാതെ. കുടുംബജീവിതത്തെക്കുറിച്ച്, കിടപ്പറക്കാര്യത്തെക്കുറിച്ച് വരെ പറയുന്നിടത്ത് അല്ലാഹ് പറയുന്നുണ്ട്, വക്കാനല്ലാഹു അലൈക്കും റഖീബ. അല്ലാഹു ബെഡ്റൂമിൽ നിരീക്ഷകനായി ഉണ്ടെന്ന്. എവിടെ ഇല്ലാത്തത്? അങ്ങനെ വരുമ്പോൾ ഒരു നല്ല മനുഷ്യനുണ്ടാകും. നമ്മൾ പണ്ട് കേട്ട ഒരുപാട് കഥകളിൽ, അല്ലേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കഥയിലെ പാൽക്കാരി പെൺകുട്ടി. ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹ് കാണും ഉമ്മ, അതുകൊണ്ട് ഞാനൊഴിക്കൂല പാലിൽ വെള്ളം എന്ന് ഉമ്മയോട് പറയുന്ന പെൺകുട്ടി മുതൽ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്കറിയാം. അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്താ? പാലിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് പണം കുറഞ്ഞുപോയി എന്നാണോ? അല്ല, വല്ലാത്ത ആത്മസംതൃപ്തിയാണ് ജീവിതത്തിൽ അവർ നേടുക. തഖ്വയുടെ ഫലം അത് തന്നെയാണ്. തഖ്വയുടെ ഫലം ജീവിതത്തിലാണ്, പരലോകത്ത് പിന്നെയാണ്, അല്ലേ? മുത്തഖിയായാൽ എന്താ ഗുണം? മുത്തഖിയായാൽ സ്വർഗം കിട്ടും. സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടും, ഒരു സംശയമില്ല. പക്ഷേ സ്വർഗം കിട്ടണമെങ്കിൽ അതിൻ്റെ മുമ്പ് ചിലത് കിട്ടുന്ന പോലുള്ള തഖ്വ ഉണ്ടാവണം, അപ്പോഴേ സ്വർഗം കിട്ടുകയുള്ളൂ. തഖ്വയുടെ ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഴുവൻ ദുനിയാവിലെ നേട്ടങ്ങളായിട്ടാണ്, ബഹുഭൂരിപക്ഷവും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആര് മുത്തഖിയായുവോ അവന് ജീവിതത്തിൽ ഒരു കുടുക്കിലും കുടുങ്ങാതെ രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. പരലോകത്താണോ? വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്തയിടത്ത് നിന്ന് അവന് അന്നം നൽകും, റിസ്ക് നൽകും. പരലോകത്താ കായുണ്ടാവുന്നു, അതല്ലേ ഈ റിസ്ക് നൽകുമെന്ന് പറഞ്ഞാൽ, അല്ലേ? പണമുണ്ടാകും, വിഭവങ്ങളുണ്ടാകും, സമ്പത്തുണ്ടാകും, സന്താനങ്ങളുണ്ടാകും. ഇതൊക്കെ റിസ്കല്ലേ? എങ്ങനെ എനിക്കത്? അതൊക്കെ ഞാനാ തീരുമാനിക്കാൻ. ഇതാണ് അല്ലാഹു പറയുന്നത്. ആർക്ക്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. സകല കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും. അവൻ്റെ കാര്യം എളുപ്പമാക്കി കൊടുക്കും തഖ്വയുണ്ടെങ്കിൽ. ഇനിയുണ്ട് ഒരുപാട്.
തഖ്വയുള്ളവന് കൊടുക്കണത്. വമൻ യത്തഖില്ലാഹ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതിക്കും. തഖ്വയുണ്ടെങ്കിൽ നല്ലതും ചീത്തയും വേർതിരിക്കുവാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കും. നല്ല തൻ്റെടവും മനക്കരുത്തും ഒക്കെ ഉണ്ടാകും. എന്നിട്ട് ഇന്നത് വേണ്ടതും ഇന്നത് വേണ്ടാത്തതുമാണ്. കുട്ടിക്കളിയാകില്ല ജീവിതം എന്ന് പറഞ്ഞത്. വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ്, ഏതൊക്കെ കാര്യത്തിൽ, ഏത് കാര്യത്തിലും. ഏത് കല്യാണം കഴിക്കണം, ഏത് കഴിക്കണ്ട, ഏത് ഭക്ഷണം വേണം, ഏത് വേണ്ട, ഏത് കച്ചവടം ചെയ്യണം, ഏത് കച്ചവടം ചെയ്യണ്ട, ഇങ്ങനെ തുടങ്ങി സകലതും വേണ്ടതേതാണ് വേണ്ടാത്തതേതാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കും തഖ്വയുണ്ടെങ്കിൽ. ഇങ്ങനെ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള തഖ്വ നമുക്ക് വേണ്ടേ? വേണം. അതില്ലാതെ പറ്റൂല നമുക്ക്. ജീവിതം മനോഹരം. കിടപ്പറയിലെ തഖ്വ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. കിടപ്പറയിൽ, അതുകൊണ്ടാണ് തഖ്വ പറഞ്ഞ സ്ഥലങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് വളരെ കുറച്ചാണ് തഖ്വ പറഞ്ഞത്. അതേ സമയത്ത് സമ്പാദിക്കുന്നത്, ഇപ്പോൾ ആയത്തുദ്ദൈന് കടമിടപാട് നടത്തുന്ന ആയത്തിലാണ് ഏറ്റവും കൂടുതൽ തവണ തഖ്വയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഭക്തിമാർഗ്ഗമല്ലല്ലോ, ഭക്തിയിൽ ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ കടം വാങ്ങലും കൊടുക്കലും. കിടപ്പറ കാര്യത്തിൽ തഖ്വ പറഞ്ഞിട്ടുണ്ട്. അത് തഖ്വ പറയുക മാത്രമല്ല, വബശ്ശിരിൽ മുഅ്മിനീൻ, കിടപ്പറക്കാര്യത്തിൽ നിങ്ങൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഹാപ്പി ലൈഫ്. ഇതൊക്കെ അള്ളാൻ്റെ ഓഫറാണ്. ഇങ്ങനെ നിരവധി. സൂറത്തു നഹലിൽ അല്ലാഹ് പറയുന്നുണ്ട്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണായാലും പെണ്ണായാലും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ആര് നല്ലത് പ്രവർത്തിച്ചുവോ, നല്ലത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തഖ്വ അനുസരിച്ച് പ്രവർത്തിച്ചോ, കച്ചവടത്തിൽ, കൃഷിയിൽ, ദാമ്പത്യത്തിൽ, കളിയിൽ, കാര്യത്തിൽ, ഡ്രൈവിങ്ങിൽ, അല്ലേ, എവിടെ ഇല്ലാത്തത്, കിടപ്പറയിൽ ഒക്കെ, അതൊക്കെ നല്ല, ഏത് കാര്യവും നല്ല നിലയിൽ ചെയ്യലാണ് അമലു സാലിഹ്. അതിനാണ് ഈ തഖ്വ എന്ന് പറഞ്ഞത്. ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, നാം അവന് നല്ല ജീവിതം കൊടുക്കും. നല്ല ജീവിതം. ഹയാത്തുൻ ത്വയ്യിബ എന്താണ്? വിശദീകരണം ആവശ്യമില്ല. ഇനി വിശദീകരണം വേണമെങ്കിൽ അള്ളാഹ് തന്നെ പറഞ്ഞൊരു സ്ഥലമുണ്ട്, വ മസാകിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദിൻ, സ്വർഗത്തിലെ താമസം. അതിനെക്കുറിച്ച് പറഞ്ഞത് മസാകിന ത്വയ്യിബ എന്നാണ്, നല്ല താമസം. അതേ വാക്ക് വെച്ചിട്ട് ഹയാത്തുൻ ത്വയ്യിബ, നല്ല ജീവിതം കൊടുക്കും. എന്ത് വേണം? ഈമാനും അമലു സാലിഹത്തും വേണം. ജീവിതം മനോഹരമാക്കും. ഈ ജീവിതം മനോഹരമാക്കണമെങ്കിൽ എന്ത് വേണം? ഈ മൊബൈൽ മനോഹരമായി ശരിയായി ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു കിതാബ് കിട്ടിയിട്ടുണ്ട്, യൂസർ ഗൈഡ്. ആ കിതാബ് പ്രകാരം വേണത് ഉപയോഗിക്കുക. അല്ലാതെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, എനിക്ക് തോന്നും പോലെ ഞാൻ ഞെക്കും, എന്നാൽ പിന്നെ പിറ്റേന്ന് വേറെ വാങ്ങാം, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മുതലാളി ചെവിക്ക് പിടിക്കാൻ വരുമൊന്നുമില്ല. പക്ഷേ സാധനം സലാം പറയും. അതുകൊണ്ട് നമ്മൾ ആ കിതാബ് വളരെ ഭദ്രമായിട്ടാണ് സൂക്ഷിച്ചു വെക്കുക. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ യൂസർ ഗൈഡായിട്ട് മനുഷ്യന്, ഹുദല്ലിന്നാസ്, ഹുദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതല്ലേ, ഗൈഡ്, മാർഗദർശി എന്ന് സംസ്കൃത മലയാളത്തിൽ പറയും. പച്ച മലയാളത്തിൽ വഴികാട്ടി. നമുക്ക് പല വാക്കുകളും സംസ്കൃതത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പച്ച മലയാളത്തിൽ വഴികാട്ടി, ജീവിതത്തിൻ്റെ വഴികാട്ടിയായിട്ട് അല്ലാഹു തആല ഇറക്കിയതാണ് മനുഷ്യർക്ക്, മുസ്ലിങ്ങൾക്കൊന്നുമല്ല, മുഴുവൻ മനുഷ്യർക്കും മര്യാദയ്ക്ക് എങ്ങനെയാണ് ജീവിക്കൽ എന്ന് ജീവിതം തന്ന പടച്ച തമ്പുരാൻ തന്നതാണ് ഈ പരിശുദ്ധ ഖുർആൻ. സ്വാഭാവികമായിട്ടും എന്ത് വേണ്ടി വരും? ജീവിതം ഉപയോഗിക്കുന്നവരൊക്കെ അത് മറിച്ചു നോക്കണം, അതിൽ പറഞ്ഞത് പ്രകാരമാകണം. കുട്ടിക്കാലത്ത് കുട്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൻ്റെ ഉമ്മയും ബാപ്പയെങ്കിലും അതൊന്ന് മറിച്ചു നോക്കണം, കുട്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, അല്ലേ? കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് അധ്യാപനങ്ങൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാമല്ലോ.
7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഇപ്പം ക്രിമിനൽ കേസ് വരും, ബാപ്പ അകത്താവും, കുട്ടി ഫോണിൽ വിളിച്ച് പറഞ്ഞ് നിസ്കരിക്കാത്തതിന് ഉമ്മ എന്നെ തല്ലിയെന്ന് പറഞ്ഞാൽ. അത്ര പൊട്ടത്തരാണ് നമ്മൾ വലിയ ബുദ്ധിരാക്ഷസന്മാരാന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിച്ച് പുറംപൊളിക്കണം എന്നൊന്നുമല്ല, ചെറിയൊരു സ്ട്രോക്ക്. പിന്നെ ഇതിലൊരു അർത്ഥമുണ്ട്, അതെന്താ? 10 വയസ്സ് വരെ അടിക്കരുത് എന്നാണ്. 10 വയസ്സ് വരെ നിസ്കരിക്കാത്തതിന് അടിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ താഴെയുള്ളതല്ലോ ബാക്കിയുള്ളതൊക്കെ, അതിനൊന്നും അടിക്കരുത് എന്നുമാണ്. അതൊക്കെ ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും വിഷയം അതല്ല. അങ്ങനെ കുട്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? കല്യാണം, വിവാഹം, ആരെയൊക്കെ കഴിക്കാം, ആരെ കഴിക്കാൻ പാടില്ല, ദാമ്പത്യ ജീവിതത്തിൻ്റെ മുഴുവൻ ഹെഡിങ്ങും അള്ളാഹ് കൈകാര്യം ചെയ്യാണ്. അതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിക്കാതെ യൂസർ ഗൈഡ് അനുസരിച്ചല്ലാതെ കല്യാണം കഴിക്കുമ്പോഴാണ് ഇപ്പോൾ കുറേ കുട്ടികൾ കല്യാണം കഴിക്കാൻ തന്നെ തയ്യാറില്ല. 3 മക്കളുള്ള, സമ്പത്തുള്ള, വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, സൗന്ദര്യമുള്ള, അത്യാവശ്യം ധാർമ്മിക ജീവിതമുള്ള ഏട്ടത്തി പറയുന്നത് ഞാൻ കഴിക്കണില്ല, എനിക്കൊരു പുരുഷനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അഞ്ചത്തിമാരും താത്തക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, 3 ആളും കൂടി മുന്നണിയായിട്ട് ഉമ്മാനോട് ഉമ്മ എന്താ അനുഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയാമല്ലോ എന്ന്. അതാണ് യൂസർ ഗൈഡ് അനുസരിച്ചല്ല കുടുംബജീവിതത്തെ ഉപയോഗിച്ചതിൻ്റെ ദുരന്തമാണ്. യൂസർ ഗൈഡ് ഇല്ലാതെ, യൂസർ ഗൈഡ് അനുസരിച്ചല്ലാതെ കുടുംബജീവിതം ഉപയോഗിച്ചതിൻ്റെ ദുരന്തമാണ് ആ കാണുന്നത്. കച്ചവടത്തിൽ, സാമ്പത്തിക മേഖലയിൽ അങ്ങനെ തന്നെയാണ്. ലാഭം മാസത്തിൽ കണ്ട് തരും, എന്നാൽ പിന്നെ കണ്ണു അടച്ച് കെട്ടിപ്പുണർന്ന് ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുത്തു. കുറച്ച് മാസമൊക്കെ ലാഭം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കളി മാറി. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമുദായത്തിലുണ്ട്. എന്താ സംഭവം? മുലാറബ എന്നാണ് പറഞ്ഞത്. മുലാറബ ഉണ്ട്, ശരിയാ, പക്ഷെ അതിനൊരു യൂസർ ഗൈഡ് ഉണ്ട്. അത് പ്രകാരം വേണമായിരുന്നു ഉപയോഗിക്കൽ. പണം കൊടുത്തതിന് പോലും ഒരു രേഖയില്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ രേഖ അങ്ങോട്ട് വാങ്ങണമെന്നും പൈസ തിരിച്ചു തരുമ്പോൾ രേഖ അങ്ങോട്ട് കൊടുക്കണമെന്നുമാണ് ആയത്തുദ്ദൈനിൻ്റെ അർത്ഥം. ആധാരെഴുത്ത് ലോകത്ത് വരെ ഉണ്ടായി വന്നത് ആയത്തുദ്ദൈൻ എന്നാണ്. പക്ഷെ അത് പാലിക്കൂല. അത് മൂപ്പര നമുക്കറിയാലോ, മൂപ്പര നിസ്കാരത്താകുമ്പോൾ വേണ്ടിയില്ലേ, ഇനി എന്തിനാ വേറെ ആലോചിക്കാൻ? ഇപ്പോൾ ഈ കാർപ്പറ്റൊക്കെ അതിൻ്റെ ശേഷം നിസ്കാരത്താകുമ്പോൾ ഉണ്ടായാലും കുറച്ച് പണിയാണ്. അതിൻ്റെ മുമ്പ് അത് വളരെ എളുപ്പമുള്ള പണിയായിരുന്നു. ആര് നെറ്റി നിലത്ത് വെച്ചാലും ഉണ്ടാകുന്ന സാധനം ഈ നിസ്കാരത്താണ്ട്. ഇനി ഉണ്ടാവില്ല കേട്ടോ, ഉള്ളവരൊന്ന് ഫോട്ടോ കൊടുത്ത് വെച്ചോളിയും. പേരക്കുട്ടികളൊക്കെ ചോദിക്കും ചിലപ്പോൾ ഈ നിസ്കാരത്താഴ്മ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ ഈ കാർപ്പറ്റിൽ സുജൂദ് ചെയ്താലൊന്നും അത് ഉണ്ടാവില്ല. ഏതാവട്ടെ, ഇങ്ങനെ കണ്ണും പൂട്ടി അപ്പോഴൊന്നും അള്ളാഹുവിനെ പരിഗണിക്കില്ല. എന്നിട്ട് പിന്നെ പരാതിയും പരിവട്ടവും തർക്കവും വഴക്കും സമരവും. യൂസർ ഗൈഡ് തെറ്റിച്ച് കച്ചവടം നടത്തിയതാണ്.